വെക്കരുത്. ഓരോരുത്തരായിട്ട് ചവിട്ടി അകത്തേക്ക് ഗെറ്റൗട്ട് അടിക്കണോ പടവാറേ? പൃഥ്വിരാജിനെ പോലത്തെ ഒരാൾ വന്നിട്ടുണ്ട്. പൃഥ്വിരാജിനെ പോലെ. ആരെ പോലെ? പൃഥ്വിരാജ്. പൃഥ്വിരാജ് എന്റെ ദൈവമേ, ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ. ഈശ്വര, പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ. കേറ്റി വിടാ വൃത്തികെട്ട രാജിനെ ഇങ്ങോട്ട്. ഓ എന്റെ പൊന്നോ. ഇതെങ്ങാനും കടിക്കുക. എന്തെന്നാടാ മുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. എന്തെന്ന്? മുടി സ്ട്രൈറ്റ് ചെയ്തതാ. ഞാൻ ഓർത്ത് കറണ്ട് അടിച്ചതായിരിക്കുമെന്ന്. എന്തു കോലവാടോ മൊത്തത്തില്. ഇത് സീജറമോ അല്ല, പിന്നെ ഇതിന്റെ പേരാണ് ചിത്തഭ്രമം. അതൊക്കെ പോട്ടെ, ഇവിടെ എന്തിനുള്ള ഇന്റർവ്യൂ ആണ് നടക്കണമെന്നുള്ള മനസ്സിലായ? 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുന്ന ഇന്റർവ്യൂ. അത് തന്നെ, മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ പഠിച്ച് പാസ്സായാൽ നിനക്ക് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാടാം. അവിടെ പാട്ട് പാടി നേടിയാൽ 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടും. അറിയാലോ? അതറിയാം. എന്താണ് നിന്റെ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. അത് ശരി. വീട്ടിലെന്ത് വിളിക്കും? വീട്ടിൽ അങ്ങനെ അമ്മ വിളിക്കണേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. അയ്യോ എടാ, വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഒക്കെ വോട്ടർമാരല്ലേ. അയ്യോ എടാ, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അങ്ങനെ പറ. ഒരാളേ ഉള്ളൂ? 1 ഡസൻ. അത് ശരി. അച്ഛൻ എന്താണ് ജോലി? അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനിലാണ് ജോലി. റബ്ബർ വികസന കോർപ്പറേഷൻ? അതൊന്നും കോർപ്പറേഷൻ അതറിയാൻ പാടില്ലേ? ഇല്ല. ഈ അമ്പലപ്പറമ്പില് പള്ളിപ്പറമ്പിലൊക്കെ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. എന്റെ നൂലിട്ട് കെട്ടും കൊടുക്കും 2 രൂപ വാങ്ങും. വീണ്ടും വികസിപ്പിക്കും, നൂലിട്ട് കെട്ടും കൊടുക്കും 2 രൂപ വാങ്ങും. ഇത് തന്നെ പരിപാടി. ബലൂൺ കച്ചവടം. അതിനാണ് റബ്ബർ വികസന കോർപ്പറേഷൻ. ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എക്സ്ക്യൂസ് മീ. ഹലോ പാപ്പാട്ടി, വെക്കണ നിന്നെ പറയല്ല വിളിക്കുന്നത്. ചവിട്ടി നെല്ല് വിളിക്കും. വെക്കണ പോൽ ആരാടോ? അച്ഛനാണെന്നേ. അത് ശരി. റബ്ബർ വികസന കോർപ്പറേഷൻ. അപ്പൊ നിന്നോട് അമ്പലപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മൾ ഈ സാധാരണ ഉത്സവപ്പറമ്പിൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആന. ഏത് ഉത്സവപ്പറമ്പിൽ ചെന്നാലും ആനയെ കാണാം. ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനയുടെ കണ്ണിൽ നിന്നും എന്തുകൊണ്ടാണ് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത്? അതറിയാൻ പാടില്ലേ? ഇല്ല. എന്റെ പൊന്ന് സാറേ, അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ എന്തോരെ കിളികിളി പോലത്തെ സുന്ദരിമാരായ പെൺപിള്ളേരെ വന്ന് നിക്കണേ. അതിന്റെ ഇടയിൽ ആന മാത്രം കറുത്തുരുണ്ട് കരിക്കട്ട പോലത്തെ ഒരു സാധനം. അതോർത്ത് മനപ്രയാസം കൊണ്ട് കരയണതാ. എന്റെ പൊന്നോ. അപ്പൊ ആനയുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. നമ്മൾ ഈ സാധാരണ ആനക്കൊക്കെ ഹിന്ദു പേരുകളാണല്ലോ കൂടുതലായിട്ട് ഇടാറ്. മംഗലാംകുന്ന് ഗണപതി, പാമ്പാടി രാജശേഖരൻ, ഗുരുവായൂർ കേശവൻ, ഇങ്ങനെയുള്ള ഹിന്ദു പേരുകളാണ് ഇടാറ്. എന്തുകൊണ്ടാണ് ആനക്കൊരു ക്രിസ്ത്യൻ പേര് ഇതുവരെ ആരും ഇടാത്തത്? വേണമെങ്കിൽ ഇടാം. എങ്ങനെ? ഗുരുവായൂർ മത്തായി, ഗുരുവായൂർ വർഗീസ് എന്നൊക്കെ വേണമെങ്കിൽ ആനക്ക് ഇടാം. പക്ഷെ ഏത് പാത്രത്തിൽ കൊണ്ട് ഇതിനെ മാമോദിസ മുക്കും? പാത്രം വേണ്ടേ? അങ്ങനെ. ഈ സംഗീതവുമായി എന്താണ് ബന്ധം? ഒരു ബന്ധമില്ല. അവരുടെ അനിയത്തി രഞ്ജിനിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ഖത്തറിലെ സംഗീതമല്ല. പിന്നെ സംഗീതം, പാട്ട്, മ്യൂസിക്. പാട്ട്. എന്റെ ദൈവമേ, ഞാൻ ഒടുക്കത്തെ പാട്ടുകാരനല്ലേ. ഏത് ടൈപ്പിലുള്ള പാട്ടുകളാണ്? പോപ്പാണോ, റോക്കാണോ, മലയാളമാണോ, തമിഴാണോ? ഇതൊന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളാണ് പാടാ. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്റെ വീട്ടാണെങ്കിൽ അയൽക്കൂട്ടോ കുടുംബശ്രീയൊക്കെ നടക്കണേ. അയൽക്കൂട്ടം. അപ്പൊ അവരെ കണ്ടുകൊണ്ട് ഇതിന് പാട്ട് പാടാം. അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട്. ഓക്കെ, അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടി വാ ശാന്തേവാ. സീരിയൽ തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം കൊലക്കെ കൊണ്ടോടി വാ ശാന്തേവാ. ശാന്തേവാ, ശാന്തേവാ. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ഓക്കെ. നീ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു. പക്ഷെ പാടി തീരാറായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി. പൊക്കോട്ടെ, ഞാൻ ബസ്സിന് പൊക്കോളാം. സംഗതികൾ കംപ്ലീറ്റ് പുറത്തായിരുന്നു. ഇങ്ങോട്ട് വാ. എവിടെ പോണ്? പോവാം. മാന്യനാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത് കേട്ടോ. എടോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ സംഗീതത്തിന്റെ മദനി, ആ മദനിയില്ലേ, ആ മദനി വന്നില്ല. മദനി വരൂല്ല. പുള്ളീനെ പരിപാടിക്ക് വിളിച്ചിട്ടില്ലല്ലോ. നിന്നോട് കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം. നമുക്ക് ആ ലോഡ്ജ് താമസിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാട്ടാ. യാത് ലോഡ്ജ്? ജനറൽ ലോഡ്ജ്. ജനറൽ ലോഡ്ജ് അല്ല, ജനറൽ നോളജ്, പൊതുവിജ്ഞാനപരമായ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ടൊരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം അമ്മേ എന്ന് വിളിച്ച് കരയുന്നത്? അതിന്റെ അച്ഛനാരാന്നറിയാൻ പാടില്ലാത്തോണ്ട്. സമ്മതിക്കണം. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അതാണ് അടുത്ത ചോദ്യം. താനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നൊരു കാട്ടിലേക്ക് പോകുന്നു. കാട്ടിൽ പോകുന്നു. പെട്ടെന്ന് തന്റെ മുമ്പിലേക്ക് ഒരു സിംഹം ചാടി വീഴുന്നു. ചാടി വീഴുന്നു. അപ്പോൾ താൻ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട.
എല്ലാം സിംഹം വന്ന് ചെയ്തിട്ട് പൊക്കോളും. വെറുതെ നിന്നോർത്താ മതി. എന്റെ പൊന്നോ. അടുത്തത് വ്യത്യാസം പറയുക. പറയാം. നമ്മൾ സാധാരണ കഴിക്കാറുള്ള ആഹാര പദാർത്ഥങ്ങളാണ് സാമ്പാറും രസവും. സാമ്പാറും രസവും. ഈ സാമ്പാറും രസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? പറയട്ടെ. പറ. സാമ്പാർ കഴിച്ചാൽ നല്ല രസം കിട്ടും. പക്ഷെ രസം കഴിച്ച ഒരൊറ്റ സാമ്പാർ പോലും കിട്ടൂല. ഓക്കെ, അടുത്ത വ്യത്യാസം പറയുക. ചപ്പാത്തിയും ചിക്കൻ ഗുനിയായും തമ്മിലുള്ള വ്യത്യാസം പറയുക. പറയട്ടെ. പറ. ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്നു, ചപ്പാത്തി നമ്മൾ തന്നെ പരത്തണം. മിടുക്കൻ. അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. എന്റെ ദൈവമേ, എനിക്ക് എന്നാ ഇഷ്ടമുള്ള കളിയാണെന്ന് അറിയാമോ? ക്രിക്കറ്റാ? പിന്നെ എങ്ങനെ? ഇന്നലെ കൂടി ഞാൻ 3 ഗോൾ അടിച്ച്. എടാ, ഈ ഗോളൊക്കെ അടിക്കുന്ന ടെന്നീസിലല്ലേ? അപ്പൊ കബഡിയുടെ കാര്യമല്ലേ പറയുന്നത്? എന്തെങ്കിലും ആവട്ടെ, ക്രിക്കറ്റ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും വേഗതയേറിയ കളിക്കാരൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. കറക്റ്റ് ആൻസർ, വളരെ ശരിയാണ്. എങ്ങനെയാണ് ഉത്തരം കിട്ടിയത്? കളിക്കാനായിട്ട് ഗ്രൗണ്ടിൽ പോണേ കാണാം, അപ്പൊ തന്നെ തിരിച്ചു പോണേ കാണാം. ഇത്രയും വേഗത ഞാൻ ഒരാൾക്കും കണ്ടിട്ടില്ല. എന്റെ പൊന്നോ, സമ്മതിക്കണം. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അതാണ്. അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. ഒരിക്കൽ ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഫുട്ബോളിൽ വിജയം നേടിയപ്പോൾ അന്നത്തെ ഫുട്ബോൾ താരം മറഡോണ സ്വന്തം ജേഴ്സി, അതായത് സ്വന്തം ഉടുപ്പിങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ജയിച്ചപ്പോൾ ഉടുപ്പിങ്ങനെ ഊരിയിട്ട് അതുപോലെ തന്നെ അടുത്ത കാലത്ത് 2020 വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ ടീം വിജയിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണി സ്വന്തം ജേഴ്സി ഇതുപോലെ ഇങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ഇതുപോലെ ഏതെങ്കിലും സ്പോർട്സ് താരം വിജയിക്കണം എന്നതിന് എനിക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോന്നോ? പറയട്ടെ. എന്റെ ദൈവമേ, ആ വിംബിൾട്ടൺ എന്നാണാവോ സാനിയ മിർസ ഒന്ന് ജയിക്കുന്നത്? പുതിയ നിസ്സാരമല്ലല്ല. ഇങ്ങോട്ട് വാ. അടുത്തത് PT ഉഷയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഈ PT ഉഷ എന്ന കളിക്കാരിക്ക് ഏത് കളിയിലാണ് സ്വർണം കിട്ടിയത്? തുമ്പിതുള്ളല. കബഡിയാ? PT ഉഷ. എടാ, ഒരു ക്ലൂ അങ്ങോട്ട് തരാം. ക്ലൂ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയുമല്ലോ. നമ്മൾ കുറച്ചുപേര് ചേർത്ത് ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഈ ചീട്ട് കളിക്കുന്ന സമയത്ത് അങ്ങോട്ട് കുറെ പോലീസുകാർ വരുന്നു. ഈ പോലീസുകാരെ കാണുമ്പോ ചീട്ട് കളിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? ഓടും. ഓട്ടം. അപ്പൊ ഏത് കളിയിലാണ് PT ഉഷയ്ക്ക് സ്വർണം കിട്ടിയത്? ചീട്ട് കളി. അറിയാം, അതുകൊണ്ടാണ് ഇതാണ് പറയണത്. മനസ്സിൽ ഭയഭക്തി ബഹുമാന ചിന്ത എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്ന് സാറ്, നല്ല ഭയഭക്തി ബഹുമാന ചിന്ത. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ശബരിമല ശാസ്താവിനെ പ്രാർത്ഥിച്ചിട്ട് എടാ, ഇതുപോലെ പ്രാർത്ഥിച്ചാ പോരാ. സന്നിധാനത്തിനെ പോലെ അസലായിട്ട് ശരണം വിളിക്കാൻ പഠിക്കണം. ഞാൻ വിളിക്കാം. ശരണം വിളിച്ചാൽ മാത്രമേ ഇതുപോലെ ശാസ്താവ് കേൾക്കുള്ളൂ. ഞാൻ വിളിക്കാം. എടാ, കേരളക്കരയിൽ ശരണം വിളിക്കുന്ന ഉസ്താദാണ് ഞാൻ. അതിന് ഉസ്താദാണ് ഞാൻ. ഓക്കെ. ഞാൻ ശരണം വിളിക്കുമ്പോൾ ഏറ്റു വിളിച്ചോളൂ. സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടിയാൽ പോക്കും നിർത്തും. എന്തെന്ന്? പോക്കും നിർത്തുന്നു. എന്തിന്? അല്ല, സ്വാമി ഒരു ഉപകാരം ചെയ്ത പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇതാണ് പറയണത്. നീ ഇവിടെയെങ്കിലും ജനിക്കേണ്ടവനല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഇത് പറയുമ്പോ സാറിന് ഒരു വിഷമം മനസ്സിലായി? എടോ, എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കുട്ടികളില്ല. ഈ കഴിഞ്ഞിടെ എന്റെ ഭാര്യ ഒന്ന് ഗർഭിണിയായിരുന്നു. അവിടെ ഉണ്ടായ പ്രശ്നം എന്താ? എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കണ കുട്ടി സ്ഥാനം തെറ്റി കിടക്കണം എന്ന് പറഞ്ഞ് ആകപ്പാട് ടെൻഷൻ കഷ്ടപ്പാടുമല്ലേ? അത്രയേ ഉള്ളൂ. ഇതുപോലെ എന്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോ സ്ഥാനം തെറ്റി എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമായിരുന്നു? എന്നെ തല്ലി ചമ്മന്തിയാക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റി. കുട്ടി സ്ഥാനം തെറ്റി കിടക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അത് തല്ലന്റെ കാര്യം എന്നെ തല്ലി സാറേ. കുട്ടിയല്ലേ, പ്രസവം അല്ലേ, സ്ഥാനം അല്ലേ, ചിലപ്പോ തെറ്റും. അത് തല്ലന്റെ കേസ് എന്താണ്? എന്നെ തല്ലിയില്ലേ? ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കണം. ഈ കുട്ടി സ്ഥാനം തെറ്റി കിടന്ന് പറഞ്ഞില്ല, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ സ്ഥാനം തെറ്റി കിടന്നത്? ഇടത്തോട്ടും വലത്തോട്ടും ഒന്നല്ല സ്ഥാനം തെറ്റി കിടന്നത്. പിന്നെ എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കേണ്ട കുട്ടി സ്ഥാനം തെറ്റി വേലക്കാരിയുടെ വയറ്റിൽ കിടന്ന്. ராஜ பெல்லாரி ராஜ எல்லூரி இவன் கில்லாடி இவன் பெல்லாரி நாட்டை உள்ளவர்க்கு இவன் சொந்தமேடா பாக்கியுள்ளவர்க்கெல்லாம் ஜேஷ்டனடா பாக்கி எல்லாருடையும் சொந்தமேடா ராஜ பெல்லாரி. തള്ളേ, വല്ലാത്ത മഴ തന്നെ. എന്തരായാലും മഴ നനഞ്ഞത് നന്നായി. ഇനി ഒരാഴ്ചത്തേക്ക് കുളിക്കണ്ടല്ലോ. ആരാണത്? ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന്? തള്ളേ, കൊമ്പളിന് മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. എന്തൊരു പെണ്ണായി എന്താറി. ഇനി എന്റെ കാർഡ് നമ്പർ ഇറക്കിയിട്ട് തന്നെ കാര്യം. പോയിൻ പൂച്ചേ, ഇന്നിവിടെ ചേട്ടനുണ്ട്. പോയിട്ട് നാളെ വരിൻ. കട്ടു തിന്നാൻ വന്നിരിക്കുന്നു കണ്ടൻ പൂച്ച. പറഞ്ഞത് കേട്ടില്ലേ പൂച്ചേ, ഇന്നിവിടെ ചേട്ടനുണ്ടെന്ന്. ഓഹോ, നിന്റെ ചേട്ടൻ തന്നെയാണ് ഈ വിളിക്കുന്നത്. വാതിൽ തുറക്കാൻ. അയ്യോ, എന്റെ രാജേട്ടൻ. അപ്പൊ പിന്നെ ഇതാര്?
ബാക്കി നീ ആര്? ഓഹോ, ഇത്രയും നേരം എന്നോടൊപ്പം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ആരെന്നോ? എന്റെ രാജേട്ട, ഇദ്ദേഹം പറയുന്നത് കല്ല് വെച്ച നുണയാണ്. ഇരുട്ടായതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ കണ്ടതുപോലുമില്ല രാജേട്ട. സത്യം പറയടാ, ആരാണ് നീ? അത് ചോദിക്കാൻ നീ ആരടാ? ഓഹോ, അപ്പൊ ഞാൻ ആരാണെന്നറിയണമല്ലേ? പണ്ടൊരു മണിയറവാതിലിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായി കേട്ടത്. നീ ആരാണ്? നിനക്ക് എന്താണ് വേണമെന്ന്? എടാ പേപ്പട്ടി തലയ, അന്ന് നീ മുട്ടിയ മണിയറബാദിൽ ആരുടേതാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയാമടാ, സൈമൺ നാടാറുടെ. ആ സൈമൺ നാടാറാനടാ ഈ ഞാൻ. അന്ന് നീ വാതിലിൽ മുട്ടിയപ്പോൾ എന്റെ ആദ്യ രാത്രി കുളമായി. അതിന് പകരം വീട്ടാൻ വന്നതാടാ ഈ ഞാൻ. സൈമൺ നാടാറാണ് പോലും. സൈമൺ നാടാർ. സൈമൺ നാടാറുടെ മുഖം എനിക്ക് നല്ല പരിചിതമാണ്. നാടാറുടെ മുഖം ഇങ്ങനെയല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, നാടാറാണോന്ന്. നാടാരേ, ഇത്ര നേരം എന്റെ കൂടെ ഉണ്ടായിട്ടും എനിക്ക് മനസ്സിലായില്ലല്ലോ അങ്ങ് സൈമൺ നാടാരാണെന്ന്. എന്തൊരാൾ മാറാട്ടം. അതാണ് ഈ സൈമൺ നാടാർ. അയ്യോ, ഇവിടെ നിന്ന് എന്റെ സൈമൺ നാടാർ എവിടെ? പറയും, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞോ? സൈമൺ നാടാരെ നിങ്ങൾ കണ്ടോ? ഞാൻ തന്നെയാണ് സൈമൺ നാടാർ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ആൾമാറാട്ടം നടത്തി വീരനാകുന്നു വേട്ടാവളിയ. ഈ മാണിക്യത്തിന് 4 കാലുള്ള പോത്തുകളോട് പെരുമാറിയാണ് പഴക്കം. ഇനിയിപ്പൊ നിന്നെ പോലുള്ള 2 കാലുള്ള പോത്തുകളോട് ആ പഴക്കം മതിയെങ്കിൽ അങ്ങനെ ആവട്ടെ. മോട കണ്ട ഇടപെടുപെടാ പട്ടി. അശ്ലീലം പറയുന്നോടാ നായേ. നിന്ന് വാചക സെറ്റ് നടത്താതെ തമ്മിലടിക്കണടാ സൊറി തവളകളെ. നാടാരെ അടിക്കിൻ. എനിക്ക് അടി വാങ്ങി തരുന്നോടി ദുഷ്ടേ. അതല്ല പറഞ്ഞത്, നാടാരെ അടിക്കിൻ. ഓഹോ, എടാ നിന്നെ നാണിന്ന്. നാടാർ എവിടെ പോയി? ഹലോ മിസ്റ്റർ, ഒരു സംശയം. ഇവിടെ അടികൊണ്ട് വീണ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടു? ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. ഒരുത്തൻ ഇതുവഴി ഓടിപ്പോകുന്നതായിട്ട് എനിക്കൊന്ന് തോന്നി. ഓഹോ, അപ്പോ നാടാർ രക്ഷപ്പെട്ടു. അതെ, ഞാൻ രക്ഷപ്പെട്ടു. നാടാരേ, നിന്ന് ചലക്കാതെ ഇറങ്ങി പോരാ എന്റെ വീട്ടിൽ നിന്ന്. നിന്റെ വീടോ? പറഞ്ഞു കൊടുക്കടി ഈ വീട് ആരുടേതാണെന്ന്. നാടാരുടേതാണ്. വീട് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ നാടാരുടേതാണെന്ന് തിരിച്ചു ചോദിക്കുന്നു കൂലടേ. സരോജം, എന്താണ്? അപ്പോ നീ എന്നെ സതിക്കുകയായിരുന്നല്ലേ? ഇനി ഉള്ളോളം സമയം പോലും ഞാൻ ഇവിടെ നിൽക്കൂല. രാജേട്ടൻ, ഞാൻ പാണ്. ഇനി നീ തീരുമാനിക്കും, നിനക്ക് നാടാർ വേണോ അതോ ഈ രാജൻ വേണോ എന്ന്. രാജേട്ടാ, എന്റെ വീടിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലല്ലോ. ഒരേക്കർ നിറച്ചും വീട. ഒരേക്കർ നിറച്ചും വീടോ രാജേട്ടാ? അപ്പോൾ അത് വീടോ അതോ കൊട്ടാരമോ? വീടുമല്ല കൊട്ടാരവുമല്ല, പിന്നെ ലക്ഷം വീട് കോളനി. അയ്യേ, കാളനിയിലേക്കും കീളനിലേക്കും ഒന്നും ഞാനില്ല. എനിക്കെന്റെ സൈമേട്ടൻ മാത്രം മതി. ഓഹോ, അപ്പൊ കാര്യങ്ങൾ ഞാൻ നിറയിച്ചതുപോലെ തന്നെ അല്ലേ? എന്തരായാലും കാമുകനും കാമുകിയും ജായിന്റ് ആയ സ്ഥിതിക്ക് ഓരാ ബാഞ്ചി വെള്ളമൊക്കെ കുടിച്ച് നിങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങി. ഇതിന്റെ ഇടയില് നമ്മളില്ലേ? ആന്തരാസ് കൂന്തരാസ് തള്ളേ കല്ലുപ്പ് തീരണില്ലല്ലോ. അതിനിവിടെ കല്ലുപ്പല്ലല്ലോ പൊടിയുപ്പല്ലേ ഉപയോഗിക്കുന്നത്. ചവളയെ വലിച്ചു കീറി തുപ്പല് തൊട്ടൊരു കൊട്ടടിച്ചു തന്നാലുണ്ടല്ല, കാറിപ്പോടി പിത്ത കാറി. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മധുര 17കാരി വിരുന്നുകാരി വിരുന്നുകാരി. എന്തിനാണ് ഈ അസ്ഥാനത്ത് കയറി പാട്ടുകൾ പാടുന്നത്? ഈ സിനിമയിൽ 10-17 പാട്ടില്ലേ സരോജം? 2 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം പാടി തീർക്കണ്ടേ? മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിലെ വിരുന്നുകാരാ
ഞങ്ങൾ. പഞ്ച് ഡയലോഗും പറഞ്ഞ് നീ അങ്ങ് പോയതല്ലേടാ. പിന്നെ എന്തിനടാ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നത്? ഞങ്ങളെ ശല്യപ്പെടുത്താൻ? പിന്നെ ശുഭം നിന്റെ അച്ഛൻ വന്ന് കാണിക്കുമോടാ.